ഹായ് ഫ്രണ്ട്സ്, ചിച്ചൂസ് നെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 12 മണിയാണ് കേട്ടോ. കാണുന്നുണ്ടോയെന്നറിയില്ല, കാണുന്നില്ല. 12:15 കേട്ടോ. ഇത് മോളുടെ ഫോണാണ്. അപ്പോൾ 12:15 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ചെറിയ ആളോട് നല്ല ഉറക്കത്തിലാണ്, ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇൻട്രോ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നാളെ രാവിലെ 10:30 ഇൻഷാല്ലാ എൻ്റെ ഹസ്ബൻഡ് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. വേറെ ഒന്നല്ല, മോനെ ചെറിയ ആളാദ്യമായിട്ട് കാണാൻ പോവാണ്. അവൻ്റെ വാപ്പച്ചൻ്റെ നാളെ ആദ്യമായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ ഒരു വീഡിയോയിൽ ആക്കി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാണക്കാരൻ. ഹായ്, ചിച്ചൂസ് നെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇത് നമ്മൾ ഏപ്രിലിൽ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹസ്ബൻഡിനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടാൻ പോകുന്ന, ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിലേക്ക് കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ആൾ 10 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 മണിക്കൊക്കെ പോയാൽ മതി എന്നാണ് കരുതിയത്. പക്ഷേ എൻ്റെ വാപ്പിച്ച് എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് നേരത്തെ പോകണമെന്ന്. പക്ഷേ ഞാനത് കേട്ടില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടും ഉണ്ടായി. കാരണം ഇപ്പോൾ ഹൈവേയുടെ പണിയൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഹൈവേ ആണ്. അപ്പോൾ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്കത് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ പോകുന്നത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈവേയിൽ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഹൈവേയുടെ എന്താ പറയുക, ഹൈവേ ഇപ്പോൾ വലിയ ഹൈവേ ആക്കുവാണല്ലോ. അപ്പോൾ അതിൻ്റേതായ പണികൾ നടക്കുന്ന കാരണം നല്ല തിരക്കും കാര്യങ്ങളും ബ്ലോക്കും ഒക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ. ചേർത്തല മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പം നമുക്ക് അരൂർ ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ നല്ല അത്യാവശ്യം ബ്ലോക്ക് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എറണാകുളം എത്തിയപ്പോൾ ഇങ്ങനെ ഒരു കാറ് കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ നമ്മളൊന്ന് കാണിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് എയർപോർട്ടിലേക്കുള്ള ഒരു ട്രെയിനിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വിളിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അത് എന്താ പറയുക, ഗൾഫുകാരുടെ വീട്ടുകാർക്ക് ഏകദേശം ആ ഒരു സന്തോഷം മനസ്സിലാവും. അതും പിന്നെ ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ ഉള്ളത് അവരെ വിളിക്കാൻ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ നമ്മൾ അവരാക്കിയിട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അവരാക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നെഞ്ചിടിപ്പ് കൂടും. അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി കാഴ്ചകളാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി. നല്ലൊരു എന്താ പറയുക, കാണാൻ വേണ്ടി ഒരുപാടുണ്ട്. നല്ല ചെടികളൊക്കെ ആയിട്ട്, നല്ല അപ്പുറം ഇപ്പുറം ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. നമ്മൾ 10:15 നമ്മൾ എയർപോർട്ടിലെത്തിയപ്പോൾ അപ്പോൾ രാജിക്ക് അവിടെ ഇറങ്ങി നമ്മളെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ചെന്നതും നമുക്ക് വേഗം കാണാൻ പറ്റി. അപ്പോൾ ആൾ വരുന്നുണ്ട്. തൊട്ട് പുറകെയുള്ളത് നല്ല ഫ്രണ്ടാണ്. രണ്ടാളും കൂടി ഒരുമിച്ചിട്ടാണ് വന്നത്. അവർ ഫാമിലിയും കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് മോനെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ആളാണ്. ആദ്യം ഓടിപ്പോയത് ആങ്ങളയുടെ മോനാണ്. അവൻ കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി. പിന്നെ ഇളയത് എനിക്ക് മോനാണ്. അപ്പോൾ അവനെ ഷാജിക്ക് ആദ്യമായിട്ട് കാണാൻ വരികയാണ്. അവന് ഒരു 3-ാം മാസം പ്രഗ്നൻ്റായി 3-ാം മാസത്തിലാണ് ആൾ പോയത്. അപ്പം മോനെ കാണാനായിട്ട് ആദ്യമായിട്ട് കാണാൻ വരികയാണ്. അപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചൊന്ന് മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഒന്ന് ഇരിക്കുകയാണ് കേട്ടോ. അവന് മനസ്സിലായിട്ടില്ല, 1 വയസ്സാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാൻ കൂടിയാണ് ആ ഒരു ടൈം നോക്കിയിട്ടാണ് ആൾ വന്നതും. അപ്പോൾ എയർപോർട്ടിലൊക്കെ വെച്ച് കണ്ടു, ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് അവരുടെ ഫാമിലിയാണ്, ഫ്രണ്ടിൻ്റെ ഫാമിലി. അപ്പം മോളാണ് ഉണ്ടായിരുന്നത്. അവളുടെയും ബർത്ത്ഡേ ആയിരുന്നു അന്ന് തന്നെ. അപ്പോൾ അവിടെ വാപ്പിച്ച് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു.
അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് റൈസുവിനെ ഷാജിക്ക കാണാണ്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഈ ഒരു നിമിഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസികളുടെ വീട്ടുകാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പല വീഡിയോസും പ്രവാസികളുടെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് കാണുമ്പോൾ ഇങ്ങനെ ഫസ്റ്റത്തെ കൂടിക്കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചു, വാപ്പിച്ച് ലഗേജൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബർത്ത്ഡേ ഡേ ആണ്. അപ്പോൾ ഏപ്രിൽ 24 മോൻ ജനിച്ചത്. അപ്പം അന്ന് നമ്മൾ ഷാജിക്ക വന്ന് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ ആദ്യം വലിയ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എൻ്റെ ഫാമിലിയും ഷാജിക്കയുടെ ഫാമിലിയും പിന്നെ നമ്മുടെ നെയ്ബേഴ്സിനെയും മാത്രമാണ് ക്ഷണിച്ചത്. ആദ്യം ഒന്നും വേണ്ടെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ കുട്ടികളുടെ സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ചെറിയൊരു ഇതൊക്കെ പ്ലാൻ ചെയ്തു. പെട്ടെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം ഇഷ്ടമായി. നമ്മൾ പറഞ്ഞിരുന്നത് ഒരു വൈറ്റ് ഈ ഒരു തീമാണ്. നമ്മളുടെ ഡ്രസ് കോഡും ഈ ഒരു ഗ്രീൻ കളറായിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ബലൂണൊക്കെ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് തന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഈ ഡെക്കറേഷൻ. അപ്പോൾ ബർത്ത്ഡേയുടെ ടൈമിൽ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുത്തില്ല. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ ഞാനും പിന്നെ കുട്ടികളും പിന്നെ ആങ്ങളയുടെ മോൻ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഉപ്പയാണ്, ഷാജിക്കയുടെ ഉപ്പാണത്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് ആദ്യത്തെ പീസ് മോൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. നമ്മൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നിരുന്നത്. മോൻ ആ ഒരു ഡേ എന്തായാലും ഒരുമിച്ചാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ് അതുപോലെ തന്നെ സാധിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ ബർത്ത്ഡേയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. 1-2 ഫോട്ടോ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചതിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പറ്റി. അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, ഇപ്പോൾ വീഡിയോസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. തീരെ ഞാൻ വീഡിയോസ് ഇടാറില്ല. നമുക്ക് ഹസ്ബൻഡ് വന്ന ആ ഒരു തിരക്കും പിന്നെ മോനും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ വീഡിയോ ഇടുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഇപ്പോൾ 2 മാസത്തിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇടണമെന്ന് വിചാരിക്കും. പക്ഷേ ഓരോ തിരക്കുകളും കാര്യങ്ങളുമായിട്ട് നമുക്കത് എന്താ പറയുക, എഡിറ്റ് ചെയ്യാനും പിന്നെ വോയിസ് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആ ഒരു ഇതൊക്കെ ഒന്ന് മാറിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസിൻ്റെ ഫോട്ടോസ്. ഇനി കുറച്ച് കാണിക്കാം. വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.